Good morning, sir. Yes, good morning. എന്താണ് ജനസംഖ്യ വളരെ കുറവാണല്ലോ ജിൻസി? വരുന്നതേ ഉള്ളെന്ന് തോന്നുന്നു സാർ. വരുന്നതേ ഉണ്ടാവുള്ളൂ അല്ലേ? Yes, കാത്തിരിക്കാം അല്ലേ? Yes, sir. Good morning, sir. Yes, okay. Good morning, Narmida. Good morning, Aisha. Good morning, Gina. And good morning, Haida. സാർ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ കേൾക്കാമോ? Yes, sir. Yes, ആരാണ് പ്രേരണ? സാർ ആരും ഇല്ലെങ്കിൽ ഞാൻ പറയാം പ്രയർ. Okay. Continue. ചന്തമേറിയ പൂവിലും ശവളഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരുകടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങും ഈശ്വനെ വാഴ്ത്തുവിൻ. Yes. Okay, Jinsi. Thanks, sir. Then, signing on. Sir, ഞാൻ പറയാം. Okay, Gina. Today, we can talk about teacher. A teacher is a person who helps others to acquire knowledge, competences, or values. Teacher is a designation for the office, position, and profession for someone who devotes himself in the field of education through patterned educational interaction, formal and systematic. Someone who guides, inspires, and imparts knowledge, skills, and values to help students learn and develop, fostering intellectual, personal, and social growth through education, care, and mentorship. Yes. Thank you. നല്ല വാക്കുകളാണല്ലോ ജീന പറഞ്ഞത്. Very good. Yes. Then, thought of the day.
യെസ്, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സർ യെസ്, എന്താണ് നിർമ്മിത? ആവുന്നില്ല സർ, തോട്ട് യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഇപ്പൊ നമ്മൾ അതിന്റെ അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ്. നമ്മള് ടെൻസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത്രയും വരെയാണ് നമ്മൾ പറഞ്ഞത്. ഇത് നമ്മൾ അതിന്റെ അടുത്ത ഇതിലോട്ട് കിടക്കുക. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ടെണ്ണം കൂടെ ബാലൻസ് നിൽക്കുകയാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ ആരംഭിച്ച് ഇപ്പോഴും ഉണ്ട്, ഭാവിയിലേക്ക് തുടരുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. യെസ്, ഓക്കെ. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോഴില്ല. അതാണ് നമ്മൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്ന് അടുത്ത് നമ്മൾ പറയുന്നത് അടുത്ത നൗൺ ടെൻസിന്റെ പേരാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. സർ ഒന്നും കൂടി പറയോ? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. യെസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ എഴുതിക്കോ. സബ്ജക്റ്റ്, സബ്ജക്റ്റ് പറയുന്നത് ദേ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ KSEB. ദേ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ KSEB എന്ന് പറയുമ്പോൾ മുമ്പ് അവര് KSEB-യിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അവരവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഇൻസിഡന്റ് പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് അവിടെ പണിയെടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്റ്റ് ഹാഡ് ബീൻ വെർബ് പ്ലസ് ing. ഓക്കെ, ഹരിത ഒന്നിട്ട് എക്സാമ്പിൾ പറഞ്ഞേ. സബ്ജക്റ്റ് ഹാഡ് ബീൻ വെർബ് പ്ലസ് ing. സബ്ജക്റ്റ് ഹാഡ് ബീൻ സ്കൂൾ. യെസ്, ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ എ സ്കൂൾ. ഞാനൊരു സ്കൂളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പില്ല. ഐ ഹാവ് ബീൻ ആണെങ്കിൽ നേരത്തെ അതാണ്, ഇപ്പോഴും അവിടെ തന്നെയാണ്. യെസ്, ഐ ഹാഡ് ബീൻ എന്ന് പറയുമ്പോൾ ഓക്കെ, നേരത്തെ ആയിരുന്നു, ഇപ്പോഴില്ലെന്നാണ്. യെസ്, കറക്റ്റ് ആണ്. ജീന സർ, ഒരെണ്ണം പറഞ്ഞ എക്സാമ്പിൾ. he had been playing cricket. He had been playing cricket. നേരത്തെ അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജിൻസി ഒരെണ്ണം പറഞ്ഞേ. I had been living Kattapana. യെസ്, ഐ ഹാഡ് ബീൻ ലിവിംഗ് ഇൻ കാട്ടാക്കട. ശരി, മുമ്പ് ഞാൻ കാട്ടാക്കടയിലായിരുന്നു. അപ്പൊ ഇത് പിടികിട്ടിയല്ല. യെസ്, ഇതങ്ങനെ ഉപയോഗത്തിന്റെ സംഭവമല്ല, വല്ലപ്പോഴും വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, സാർ ഹാഡ് പാസ്റ്റിലാണോ യൂസ് ചെയ്യുന്നത് അല്ലേ? ഹാഡ് ഏതാണ് ഒന്നുകൂടി പറഞ്ഞേ? ഈ ഹാഡ് എന്നൊക്കെ പറയാൻ അതൊക്കെ പാസ്റ്റ് നമ്മൾ പറയുമ്പോഴല്ലേ യൂസ് ചെയ്യുന്നത്? ആ സമയത്ത് ഞാൻ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറയില്ലേ? അങ്ങനെ. അങ്ങനെ.
ആ വേറൊരു ഇൻസിഡന്റ് പറയുമ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ 98 വരെ ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യെസ്, അങ്ങനെയൊക്കെ പറയും. ഇനി 12ാമത്തെ ലാസ്റ്റത്തെ ടെൻസ് ആണ്. എഴുതിക്കോ, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിന്റെ സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ ഹാവ്, പിന്നെ ബി, പിന്നെ വെർബ്, പിന്നെ ഇഞ്ച്. സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, ഹാവ്, ബി, വെർബ്, ഇഞ്ച്. ഓക്കെ, സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, ഹാവ്, ബീൻ, വെർബ് പ്ലസ് ing. യെസ്. അപ്പൊ അതിന്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾ നമുക്ക് പറയാം. They will have been working. ഇപ്പൊ ജോലി ചെയ്യുന്നില്ല, ഭാവിയിൽ അവിടെ ആയിരിക്കും എന്നാണ് പറയുന്നത്. They will have been working in BSNL. She will have been teaching in a public school. ഓക്കെ, ഐഷ ഒരു എക്സാമ്പിൾ പറഞ്ഞേ. സബ്ജക്റ്റ് വേണം, വിൽ അല്ലെങ്കിൽ ഷാല് വേണം, ഹാവ് വേണം, വെർബ് വേണം, ഹാവ് വേണം, ബീൻ വേണം, വെർബ് വേണം, ing വേണം. ഒരു മിനിറ്റ്. ഓക്കെ 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 സർ ഞാൻ പറയാം സർ. പറഞ്ഞു. നർമിത പറഞ്ഞു കഴിയുമ്പോൾ ഐഷ റെഡി ആയിക്കോളൂ കേട്ടോ. ഓക്കെ നർമിത പറഞ്ഞോളൂ. I will have been studying for 2 hours by 8. I will have been studying. Okay, okay. I will have. What പറഞ്ഞോളൂ നർമിത. She will have been working here for 5 years. Yes, she will have been working here. Okay, okay. ഐഷ പറഞ്ഞോളൂ. Yes. I will have been driving car school. I will have been driving car. Okay, very good, very good, very good. അപ്പോ ഞാൻ ഈ ടെൻസിന്റെ ഫോം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. പറഞ്ഞോളൂ ആർസു. She will have been building new house. Yes, she will have been building new house. Correct. Yes. അപ്പൊ നമുക്ക് ഈ വിഷയത്തിലോട്ട് വരാം. അപ്പൊ ഇപ്പൊ നമ്മൾ 12 ടെൻസുകളും പറഞ്ഞു കഴിഞ്ഞു. സിമ്പിൾ പ്രസന്റ് മുതൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെയുള്ള 12 ടെൻസുകൾ പറഞ്ഞു. അപ്പൊ ഈ 12 ടെൻസുകളിലാണ് നമുക്ക് ഇംഗ്ലീഷില് ആര് സംസാരിച്ചു കഴിഞ്ഞാലും സംസാരിക്കാൻ പറ്റുള്ളൂ. 12 ഏതെങ്കിലും ഒരു ടെൻസിലായിരിക്കും അത് സംസാരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയം വരും. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. യെസ്, അപ്പൊ സംഗതി ഇതാണ്. ഈ 12 ടെൻസുകൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് കാണുന്ന കുറച്ച് പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ആ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടിന്യൂവസ് എന്ന് പറഞ്ഞു വരുന്ന എല്ലാ ടെൻസുകളിലും ing ഉണ്ടായിരുന്നു. പ്രസന്റ് കണ്ടിന്യൂസിൽ ing ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസിൽ ing ഉണ്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ ing ഉണ്ട്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ing ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ing ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ing ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പറയാം കണ്ടിന്യൂവസ് എന്ന് പറഞ്ഞു വരുന്ന എല്ലാ ടെൻസുകളിലും എന്തുണ്ടായിരുന്നു? ing ഉണ്ട്. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ പെർഫെക്റ്റ് എന്ന് പറയുന്ന വേർഡ് വരുന്ന എല്ലാ ടെൻസുകളിലും ഒന്നുകിൽ ഹാസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹാവ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹാഡ് ഉണ്ടാവും. ഒന്നുകിൽ ഹാസ്, അല്ലെങ്കിൽ ഹാവ്, അല്ലെങ്കിൽ ഹാഡ്. ഇതെല്ലാത്തിലും ഇതുണ്ടാവും. നമുക്ക് നോക്കാം. പ്രസന്റ് പെർഫെക്റ്റ് അതിൻ്റെ അകത്ത് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ട്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് സബ്ജക്റ്റ് ഹാഡ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല് ഹാവ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അതിനകത്ത് പെർഫെക്റ്റ് ഇല്ലേ? സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ്
ബീൻ വെർബ് പ്ലസ് ing. അടുത്തത് സബ്ജക്റ്റ് ഹാഡ് ബീൻ വെർബ് പ്ലസ് ing. ഫ്യൂച്ചർ സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല് ഹാവ് ബീൻ വെർബ് പ്ലസ് ing. യെസ്, ഓക്കെ. അപ്പൊ പിടികിട്ടിയല്ലോ. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു വരുന്ന എല്ലാ ടെൻസുകളിലും എന്തുണ്ടായിരുന്നു? ing ഉണ്ടായിരുന്നു. പെർഫെക്റ്റ് എന്ന് പറയുന്ന എല്ലാ ടെൻസുകളിലും ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് ഉണ്ടായിരുന്നു. വീണ്ടും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ വേറൊരു പ്രത്യേകതയും കൂടി നമുക്ക് കാണാം. ഫ്യൂച്ചർ എന്ന് പറഞ്ഞു വരുന്ന എല്ലാ ടെൻസുകളിലും വിൽ അല്ലെങ്കിൽ ഷാൽ ഉണ്ടായിരുന്നു. ഫ്യൂച്ചർ എന്ന് പറഞ്ഞു വരുന്ന എല്ലാത്തിലും ഒന്നുകിൽ വിൽ ഉണ്ടാവും അല്ലെങ്കിൽ എന്തുണ്ടാവും? ഷാൽ ഉണ്ടാവും. യെസ്, ഓക്കെ. സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസ് ഇതാണ്. വിൽ അല്ലെങ്കിൽ ഷാൽ. ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല് ബി വെർബ് പ്ലസ് ing. ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല് ഹാവ് വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല് ഹാവ് ബീൻ വെർബ് പ്ലസ് ing. യെസ്, അപ്പോൾ എല്ലാത്തിലും എന്തുണ്ടായിരുന്നു? ing ഉണ്ടായിരുന്നു, അല്ല വിൽ അല്ലെങ്കിൽ ഷാൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും പ്രത്യേകതകൾ നമുക്ക് അതിൻ്റെ അകത്ത് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി അതൊക്കെ അങ്ങോട്ട് മറന്നേക്കൂ. 12 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ നിന്നോട് നമ്മൾ നോക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഈ ടെൻസ് ഒരു സെന്റൻസ് കാണുമ്പോൾ ഈ 12 ടെൻസിൽ ഏത് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കണം. ഈ 12 ടെൻസുകളിൽ ഏത് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, അപ്പൊ അതെല്ലാം മറന്നില്ലേ? ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് ബാലൻസ് ഉള്ള രണ്ടാമതൊരു സംഗതിയെ കുറിച്ച് ഇരിക്കും. അത് വേറെ ഒന്നുമല്ല, പാസീവ് വോയിസ്. എഴുതിക്കുക PASSIV, പാസീവ്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ആ പാസീവ് വോയിസിനെ കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞാലേ, നിങ്ങളെ വിളിക്കുന്നു എന്ന് ഭർത്താവിനോട് ചെന്ന് പറയുമ്പോൾ എങ്ങനെ പറയും എന്ന് പറഞ്ഞില്ലേ? ആ ഒരു സംഗതിയാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നോക്കാം. യെസ്, അപ്പൊ ഞാനിവിടെ ഒരു വാചകം എഴുതുന്നു. ഷീ ഡ്രിങ്ക്സ് DRINKS, ഡ്രിങ്ക്സ് ടീ. ഷീ ഡ്രിങ്ക്സ് ടീ. അവൾ എന്ത്? ചായ കുടിക്കുന്നു. ഷീ ഡ്രിങ്ക്സ് ടീ. അതവിടെ എഴുതിയിരിക്കുന്നു. യെസ്, നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ സെന്റൻസ് കാണുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ 12 ടെൻസുകളിൽ ഏത് ടെൻസിലാണ് സുധീജ എഴുതിയിട്ടുള്ളത് പറയാൻ പറ്റും? നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പ്രവീണ പറയാൻ പറ്റും. ഈ 12 ടെൻസുകളിൽ ഏത് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത് പറയാൻ പറ്റും? Simple present tense. കറക്റ്റ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. റിട്ടൺ ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമുക്ക് അങ്ങനെ മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആണ്. സബ്ജക്റ്റ് ഷീയാണ്. ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിങ്ക് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബ്. അത് സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഒരു എസ് കൂടി ചെയ്ത് ഡ്രിങ്ക്സ് ആക്കിയേക്കുന്നതാണ്. അപ്പൊ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ആണ്. അപ്പൊ തന്നിരിക്കുന്ന വാചകം ഏതാണ്? സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു വാചകത്തിന്റെ പാസീവ് വോയിസ് നമ്മൾ എങ്ങനെ എഴുതും? ഇപ്പൊ ഇങ്ങനെ എഴുതിയിരിക്കുന്നതിനെ പറയുന്ന പേരാണ് ആക്റ്റീവ് വോയിസ്. ഇത് പറയുന്ന പേരാണ് ആക്റ്റീവ് വോയിസ്. നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് ഇതിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതും. സിമ്പിൾ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ഇതാണ് നമ്മളിത് നോക്കുന്നത്. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങോട്ട് വരാം. അപ്പൊ എപ്പോഴും ഈ പാസീവ് വോയിസ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ 2-3 വേർഡുകൾ അങ്ങാടും കിടക്കുന്നു മാറും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തെടുക്കുക. ഹി എന്നുള്ളത് ഹിം ആക്കണം. ഹി എന്നുള്ളത് ഹിം ആക്കണം. ഷീ എന്നുള്ളത് ഹെയർ ആക്കണം.
ദേ എന്നുള്ളത് ദം ആക്കണം. വി എന്നുള്ളത് അസ് എന്നാക്കണം. ഐ എന്നുള്ളത് മീ എന്നാക്കണം. യെസ്, ഐ എന്നുള്ളത് മീ ആക്കണം, ഹി എന്നുള്ളത് ഹിമ്മാക്കണം, ഷീ എന്നുള്ളത് ഹെയറാക്കണം, ദേ എന്നുള്ളത് ദമ്മാക്കണം, വി എന്നുള്ളത് അസ്നാക്കണം. യു എന്നുള്ളത് മാറ്റില്ല. സർ അപ്പം ഇപ്പൊ സർ പറഞ്ഞില്ലേ ഷീ ഡ്രിങ്ക്സ് ടീന്ന്, അപ്പൊ ആ ഡ്രിങ്ക്സ് മാറ്റണ്ടേ പാസീവ് വോയിസ് ആക്കും? ഞാനിപ്പോ വരുന്നുള്ളൂ. യെസ് യെസ് യെസ്, വന്നിട്ടില്ല. ഓക്കെ ഓക്കെ, ഞാനൊന്ന് കോമൺ ആയ ഒരു കാര്യം പറഞ്ഞു വെച്ചാ. ഓക്കെ, അവിടെ വരുന്നുണ്ട് നർമ്മിത. ഓക്കെ, അപ്പൊ ഇത്രയും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഐ മീയാവും, ഹി ഹിമ്മാവും, ഷീ ഹെയറാവും, ദേ ദമ്മാവും, വി എന്നുള്ളത് അസാവും, യു എന്നുള്ളത് യു തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലോട്ട് വിചാരിച്ചു വെച്ചേക്കാം. ഇനി നമുക്ക് വേണ്ടത് തന്നിരിക്കുന്ന വാചകത്തിന്റെ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ഓബ്ജക്റ്റ് ആണ്. ഓബ്ജക്റ്റ്, ഒരു സെന്റൻസിന്റെ ഓബ്ജക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെന്റൻസിന്റെ വെർബിനോട് യു ക്യാൻ ആസ്ക് 2 ക്വസ്റ്റ്യൻ, 2 ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് വാട്ട്, അടുത്തത് ഹും. വാട്ട് ഓർ ഹും. ഒന്ന് വാട്ട്, എന്ത്. ഹും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരെ. ഈ 2 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. ആ ഉത്തരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളും, ഈ 2 ചോദ്യങ്ങളല്ലാതെ വേറെ ചോദ്യം ചോദിക്കുന്നത്. വേറെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടായിരിക്കും. ഇപ്പൊ ഞാൻ പറയാം, ഷീ ഡ്രിങ്ക്സ് ടീ സ്ലോലി. അവൾ സാവകാശം ചായ കുടിക്കുന്നു. എങ്ങനെ ചായ കുടിക്കുന്നു? അപ്പൊ സാവകാശം, അത് ഓബ്ജക്റ്റ് അല്ല. 2 ചോദ്യമേ ചോദിക്കാവൂ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ന് പറയാം, ഷീ ഡ്രിങ്ക്സ് ടീ അറ്റ് 10 o'clock. 10 മണിക്ക് അവൾ ചായ കുടിക്കുന്നു. അപ്പൊ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യം എപ്പോൾ കുടിക്കുന്നു. എപ്പോൾ എന്നുള്ളതിന് ഉത്തരം ഓബ്ജക്റ്റ് അല്ല. ഓബ്ജക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. വൺ ഈസ് വാട്ട്, നെക്സ്റ്റ് ഈസ് ഹും. ഒന്ന് വാട്ടാണ്, അടുത്തത് എന്താണ്? ഹുമാണ്. യെസ്, അപ്പൊ ഈ 2 ചോദ്യങ്ങളാണ് അതിനകത്തുള്ളത്. എപ്പോഴും ശ്രദ്ധിച്ചേക്കും, ഹും ഓർ വാട്ട്. യെസ്, അപ്പോ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ആ സിമ്പിൾ പ്രസന്റ് വാചകത്തിന്റെ ഓബ്ജക്റ്റ് ആദ്യം കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് എഴുതുക ഓബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ്. ഒബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ്, അല്ലെങ്കിൽ ആം, അല്ലെങ്കിൽ ആർ. ഈസ്, ആം, ആർ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. യെസ്, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ 3ാമത്തെ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ വീക്ക്. ഇതാണ് അതിന്റെ സ്ട്രക്ചർ. ഓക്കെ, യെസ്. അപ്പൊ ഒന്ന് പറയാം, ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം. ആ വെർബിന്റെ എന്താണ് എഴുതേണ്ടത്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആദ്യം ഓബ്ജക്റ്റ്, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളണം, സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തിന്റെ പാസീവ് വോയിസിനാണ്ട് നിയമം. വേറെ ടെൻസ് വന്നാൽ വേറെ നിയമമാണ്. അപ്പൊ നമ്മളത് കറക്റ്റ് ചെയ്ത് പോവേണ്ടു. നമ്മൾ ആദ്യം 12 ടെൻസുകൾ പഠിച്ചു. ആ ടെൻസിന്റെ സ്ട്രക്ചർ പഠിച്ചു. എന്നിട്ട് ഓരോ ടെൻസിനെയും ഇനി പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ അതെങ്ങനെ മാറ്റണം എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ വാചകം എന്തായിരുന്നു? ഷീ ഡ്രിങ്ക്സ് ടീ. അവൾ ചായ കുടിക്കാറുണ്ട്. ചോദ്യം ചോദിക്കുക, ആരെ കുടിക്കുന്നു? ഉത്തരമില്ല. എന്ത് കുടിക്കുന്നു? ഉത്തരമുണ്ട്, ചായ. അത് ആദ്യം എഴുതുക, ടീ. യെസ്, ടീ എന്ന് ആദ്യം എഴുതും. എന്നിട്ട് നിങ്ങൾ നോക്കുക, ടീയുടെ കൂടെ ഈസ് വരും, ആമ്പുര ആറ് വരും. ഈസിലെ വരും, ടി ഈസ് അല്ലെ? അപ്പൊ ഈസില ടി ഈസ്. ഇനി ആ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ വെർബില്ലേ, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എടുത്തു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. DRUNK, ഡ്രങ്ക്. DRUNK, ഡ്രങ്ക്. ഓക്കെ,
ഇനി ഷീ എന്നല്ല വന്നിരിക്കുന്നത്. ആ ഷീ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ എന്തായിട്ട് മാറ്റുക? ഹെർ എന്ന് മാറ്റുക. എന്തായിട്ട് മാറ്റുക? ഹെർ. തൊട്ട് മുന്നിൽ എന്ത് കൂടി ചേർക്കണം? ബൈ എന്ന് കൂടി ചേർക്കണം. പിന്നെ ആൻസർ എന്ത് കിട്ടി? ടി ഈസ് ഡ്രങ്ക് ബൈ ഹെർ. എന്ത് മാർക്കാണ് കിട്ടുന്നത്? യെസ്. അപ്പൊ നമുക്ക് നോക്കാം. എപ്പോഴും ഇതിന്റെ പാസീവ് വോയിസിലോട്ട് എഴുതുക എന്ന് പറയുമ്പോൾ ആദ്യം ടെൻസ് നോക്കണം. ഏത് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത്, എന്നിട്ട് ആ ടെൻസിനെ പാസീവ് വോയിസിലോട്ട് മാറ്റേണ്ട നിയമം നോക്കണം. ഓബ്ജക്റ്റ് ആദ്യം എഴുതണം, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതണം, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം, വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ശ്രുതി, ഞാൻ അടുത്തൊരു വാചകം എഴുതാം. ഐ ടീച്ച് English grammar. I teach English grammar today. ഇതാണ് വാചകം. I teach English grammar today. ഇതിന്റെ പാസീവ് വോയിസ് ഒന്ന് പറഞ്ഞു നോക്കിയ ശ്രുതി. The drama is teached by me, ആണോ സർ? ഒന്നുകൂടി പറഞ്ഞേ. Drama is teached by me. സോറി, ഇംഗ്ലീഷ് ഗ്രാമർ ആണ്, ഗ്രാമർ കേട്ടോ. ഞാൻ ഡ്രാമ എന്നാ സർ സോറി. ഗ്രാമർ ഈസ് ടീച്ച്ഡ് ബൈ മീ. യെസ്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ പാസീവ് വോയിസ് എഴുതിയപ്പോ എല്ലാ വാക്കുകളും പാസീവ് വോയിസിലോട്ട് വരണം. അപ്പൊ ശ്രുതി പറഞ്ഞു കഴിഞ്ഞപ്പോ സംഗതി കറക്റ്റ് ആണ്, പക്ഷെ അതിന് കുറെ വാക്കുകൾ അത് വന്നില്ല. ഒന്ന് ഇംഗ്ലീഷ് വന്നില്ല, ടുഡേ വന്നില്ല. അത് നമ്മൾ ഒന്നും ഒഴിവാക്കരുത്, എല്ലാവരും അതിലോട്ട് വരണം. പാസീവ് വോയിസിലോട്ട് വരുമ്പോ തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിലെ എല്ലാ വേർഡും ഇതിനകത്തോട്ട് വരണം. അപ്പൊ ശ്രുതി ഒന്നുകൂടി പറഞ്ഞു നോക്കുക. ഇതിനകത്ത് ഇംഗ്ലീഷ് ഇങ്ങനെ കയറി വന്നില്ല, ടുഡേയും കയറി വന്നില്ല. സർ സെന്റൻസ് ഒന്ന് പറഞ്ഞേ. ഐ ടീച്ച് ഇംഗ്ലീഷ് ഗ്രാമർ ടുഡേ എന്നാണോ സർ സെന്റൻസ്? അതെ 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 സർ ഒരു മിനിറ്റ്. ഓക്കെ, ആലോചിച്ചു. സർ ഞാൻ ട്രൈ ചെയ്യട്ടെ സർ. ഓക്കെ പറഞ്ഞോളൂ അസു. ഇംഗ്ലീഷ് ഗ്രാമർ ടോട്ട് ടുഡേ ബൈ മീ. ഒരു വാക്ക് എന്റെ ഇടയ്ക്ക് വിട്ടുപോയി. സർ ഞാൻ പറയട്ടെ. ഇംഗ്ലീഷ് ഗ്രാമർ ഈസ് ടോട്ട് ബൈ മീ ടുഡേ. യെസ്. ആശു വിട്ടുപോയത് ഈസി ചേർക്കാൻ വിട്ടുപോയി. സർ. ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇംഗ്ലീഷ് ഗ്രാമർ. ശ്രുതി ഗ്രാമർ മാത്രം എടുത്തോളൂ. എന്ത് പഠിപ്പിക്കുന്നു? ഇംഗ്ലീഷ് ഗ്രാമർ മുഴുവൻ എടുക്കായിരുന്നു. അതായത് ഇംഗ്ലീഷ് എന്നുള്ള പേര് ബാലൻസ് വരും. ഞാൻ ഫസ്റ്റ് തന്നെ സർ പറഞ്ഞ സെന്റൻസ് മുഴുവൻ കേട്ടില്ലായിരുന്നു. ഓക്കെ പോട്ടെ, നോ പ്രോബ്ലം. അപ്പൊ നമുക്ക് തെറ്റുമ്പോ നമ്മൾ മനസ്സിലാക്കിയാലേ, നോ പ്രോബ്ലം. അപ്പൊ നമുക്ക് നർമ്മിത പറഞ്ഞ സ്റ്റൈൽ നമുക്ക് എടുക്കാം. ഐ ടീച്ച് ഇംഗ്ലീഷ് ഗ്രാമർ ടുഡേ. ഇന്ന് ഞാൻ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുന്നു. എന്ത് പഠിപ്പിക്കുന്നു? ഇംഗ്ലീഷ് ഗ്രാമർ. അപ്പൊ എന്തെന്നുള്ള ആൻസർ ഇപ്പൊ ഇംഗ്ലീഷ് ഗ്രാമർ അത് എഴുതി. ഇനി ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആണ് ഈസ്. ഇനി വേണ്ടത് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ടീച്ച് എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ടീച്ച്, ടോട്ട്. അപ്പൊ ടോട്ട് എന്ന് എഴുതി. ഇംഗ്ലീഷ് ഗ്രാമർ ഈസ് ടോട്ട്. ഈ ബൈ എഴുതുന്നതിന് മുമ്പേ അതിന്റെ അകത്ത് ബാലൻസ് ഉള്ളതൊക്കെ നമുക്ക് അങ്ങനെ എഴുതാം. പിന്നെ എന്താ എഴുതുന്നത്? ഒരു ടുഡേ ബാലൻസ് എഴുതിപ്പില്ലേ, ടുഡേ കൂടി ചേർത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈ തൊടിക്ക് അങ്ങോട്ട് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. യെസ്, ഒമിറ്റ് ദ ഏജ് എന്നാണ് പറയാറ്. ഇത്രയും വരെ എഴുതി കഴിഞ്ഞാലും മാർക്കാണ്. അതായത് ഇംഗ്ലീഷ് ഗ്രാമർ ഈസ് ടോട്ട് ടുഡേ. അതിന് വേണമെങ്കിൽ നമുക്ക് എഴുതിക്കോ ബൈ മീ. ടോട്ട് മീ വേണ്ടേ സർ? ടോട്ട് മീ വേണ്ടേ? ഐ വരുമ്പോ മീ വരണോന്നല്ല പറഞ്ഞു സർ. ബൈ മീ നാക്കിയല്ലോ നമ്മൾ. ബൈ മീ. എക്സ്ക്യൂസ് മീ സർ, ടുഡേക്ക് ദാറ്റ് ഡേ വരത്തില്ലേ സർ? അത് നമ്മൾ വരുന്നത് ഇതിനകത്ത് റിപ്പോർട്ട് സ്പീച്ച് വരില്ലേ? റിപ്പോർട്ട് സ്പീച്ചില്ല. റിപ്പോർട്ട് സ്പീച്ച് വരുമ്പോൾ നമുക്ക് മാറ്റിയാണ്. ഇത് പാസീവ് വോയിസ് ആണ്.
ഇവിടെ ചേഞ്ച് വേണ്ട അല്ലേ? റിപ്പോർട്ട് സ്പീച്ചിൽ വരുമ്പോൾ താങ്ക് യു സാർ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ടുഡേ എന്നുള്ളത് ടുഡേ എന്ന് തന്നെ ചെയ്യാം. ഓക്കെ. അപ്പൊ ഞാൻ കൂടി പറയാം. ഇംഗ്ലീഷ് ഗ്രാമർ ഈസ് ടോട്ട് ടുഡേ ബൈ മീ. ആ ബൈ തൊടിക്കോളം നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ബൈ കഴിഞ്ഞിട്ട് നമ്മൾ ടുഡേ എഴുതുമ്പോഴേ ബൈ തൊടിക്കോളം നമ്മൾ ഒഴിവാക്കുമ്പോൾ ടുഡേ നമ്മുടെ വിട്ടുപോകും. യെസ്. അപ്പൊ ഇത് മതി. ഇനി ഞാനൊരു കാര്യം പറയാം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ വാക്യം ഐ ടീച്ച് ഇംഗ്ലീഷ് ഗ്രാമർ, ഇത് ആക്റ്റീവ് വോയിസ്. ഇംഗ്ലീഷ് ഗ്രാമർ ഈസ് ടോട്ട് ടുഡേ ബൈ മീ എന്നുള്ളത് പാസീവ് വോയിസ്. ആക്റ്റീവ് വോയിസിൽ ആരാണോ ആക്ഷൻ ചെയ്യുന്നത് അയാൾക്കാണ് പ്രാധാന്യം. ഐ ടീച്ച്, ഐക്കാണ് പ്രാധാന്യം. പാസീവ് വോയിസിൽ ചെയ്ത ആൾക്കല്ല പ്രാധാന്യം, അയാൾ ചെയ്ത ആക്ഷനാണ് പ്രാധാന്യം. അയാൾ എന്താ ചെയ്തത്? ഗ്രാമർ പഠിപ്പിച്ചു, ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിച്ചു, അതിനാണ് പ്രാധാന്യം, ആര് ചെയ്തു എന്നുള്ളതല്ല. അപ്പൊ നമുക്കൊന്ന് മനസ്സിലാക്കാം. പാസീവ് വോയിസിൽ ഡൂവർ നോ ഇമ്പോർട്ടൻസ്. ആക്റ്റീവ് വോയിസിൽ ഡൂവർ ചെയ്ത ആള്, ഹു ഈസ് ഡൂയിങ് ദ വർക്ക്, ഹു ഈസ് ഡൂയിങ് ദ ആക്ഷൻ, അവയൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആക്റ്റീവ് വോയിസിൽ ഡൂവർക്ക് ഇമ്പോർട്ടൻസ്, പാസീവ് വോയിസിൽ ഡൂവർക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. അതുകൊണ്ടാണ് ബൈ തൊടിക്കോളം നമ്മൾ ഒഴിവാക്കിയാലും കുഴപ്പമില്ല എന്ന് പറയാനായിട്ടുള്ള കാരണം. പക്ഷെ നമ്മൾ ഒഴിവാക്കണ്ട, അത് അങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി നമുക്ക് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ചെയ്യും. ഇനി സംശയമൊന്നുമില്ലല്ലോ. സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തിന്റെ പാസീവ് വോയിസ് എഴുതാനായിട്ട് സംശയമൊന്നുമില്ലല്ലോ. ആദ്യം ഓബ്ജക്റ്റ്, പിന്നെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആൾ, പിന്നെ വെർബ്, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പിന്നെ സബ്ജക്റ്റ് അങ്ങോട്ട് മാറ്റുമ്പോൾ ഓക്കെ. വേറൊന്നും പറയാം. ആർക്കാണത് വേണ്ടത്? ആർസ് നേരത്തെ പറഞ്ഞാലോ. അപ്പൊ ഹരിതക്ക് തരാം. ഓക്കെ, സെന്റൻസ് ആണ്. She sees, S-E-E-S, sees me every day. She sees me every day. She sees me every day. അവൾ എന്നെ എല്ലാ ദിവസവും കാണാറുണ്ട്. ഹരിതയുടെ പേരാണ്. ഇത് ചെയ്യാൻ പറ്റുന്നൊക്കെ കിട്ടിയാ ഹരിത? സർ ഞാൻ പറയട്ടെ. പറഞ്ഞു. She sees me every day. I am seen by her every day. എവറി ഡേ കഴിഞ്ഞിട്ട് പയ്യ വെച്ചു. അപ്പൊ കുഴപ്പമില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇത് കറക്റ്റ് ആണ്. നോക്കിയേ, ഷീ സീസ് മീ എവറി ഡേ. അവൾ എന്നെ എല്ലാ ദിവസവും കാണാറുണ്ട്. അപ്പൊ നമുക്ക് ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. എന്ത് കാണാറുണ്ട്? ഉത്തരവില്ല. ആരെ കാണാറുണ്ട്? എന്നെ. അപ്പൊ മീ എന്നുള്ളതാണ് ഇവിടെ എന്ത്? ഓബ്ജക്റ്റ്. മീ എന്നുള്ളത് ഓബ്ജക്റ്റ്. അപ്പൊ ആ മീനെ നമുക്ക് സെന്റൻസ് വെച്ച് ആരംഭിക്കാൻ പറ്റുന്ന സെന്റൻസ്. അപ്പൊ ആ മീ എന്നുള്ളത് എന്തായിരിക്കും മാറ്റണം? ഐ ആയിരിക്കും മാറ്റണം. ഐ എന്താക്കണം? ഐ. അപ്പൊ ഐ എന്നാക്കി. അപ്പൊ ഓബ്ജക്റ്റ് കിട്ടി. മീ എന്നുള്ളത് നമ്മൾ ഐ ആക്കി. ഇനി ഐയുടെ കൂടെ ഈസ് വരും, ആം വരും, ആറ് വരും നോക്കാം. ഐയുടെ കൂടെ എന്ത് വരും? ആം വരും. അയാം. അപ്പൊ അത്രയും കറക്റ്റായി.
ഇനി വേണ്ടത് എന്താണ്? വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ്. സീസ് എന്നുള്ളൊരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സീ, സോ, സീൻ, SEN. അപ്പൊ അത് എഴുതണം. ഐ ആം സീൻ എവരി ഡേ. ബാലൻസ് അതിൻ്റെ അകത്തുള്ളത്. ബാക്കിയുള്ളൊക്കെ എഴുതി തീർത്തിട്ട് ബൈ ചേർക്കാം. എവരി ഡേ ബൈ ഷീ എന്നുള്ള എന്താക്കണം? ഹെയർ ആക്കണം. ബൈ ഹെയർ. ഐ ആം സീൻ എവരി ഡേ ബൈ ഹെർ. സിമ്പിൾ അല്ലേ? തെറ്റിക്കൂലല്ലോ. ആരുടെ കയ്യിൽ നിന്ന് ഒരു ധൈര്യ സമയത്തൊന്നും വരാത്ത മനസ്സിലാവാണെങ്കിൽ. യെസ്. ഓക്കെ. പറയട്ടെ, എഴുതിക്കോ. ഒന്ന്, they teach English poem. English poem, POE. രണ്ടാമത്തെ സെന്റൻസ്, I love India. I love India. മൂന്നാമത്തെ സെന്റൻസ്, he washes, WASHES, washes my car. നാലാമത്തെ സെന്റൻസ്, he teaches, TEACHES, teaches him at night. Sir, he teaches him at night. at night ആണോ? അടുത്തത്, they take, take English lessons, LESSONS. They take English lessons. Yes. അഞ്ചെണ്ണമായിട്ടുണ്ട്. എഴുതിക്കോളൂ. എഴുതി കഴിയുമ്പോൾ പറഞ്ഞു. സാറ് അഞ്ചാം സെന്റൻസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? ഓക്കെ. They take, take English lessons, LESS poems. തെറ്റിയാലും കുഴപ്പമില്ല, ഇതൊന്നും ചെയ്തു നോക്കുക. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം.
കഴിഞ്ഞു സർ. യെസ്, വെരി ഗുഡ് വെരി. ഒരാളെ കൂടെ നോക്കട്ടെ നിർമ്മിത. സർ, ഒരു സെന്റൻസ് ഇച്ചിരി ഡൗട്ട് വരുന്നുണ്ട് സർ. എത്രാമത്തെ സെന്റൻസ് ആണ്? He teaches him at night. At night. Teaches him at night. Yes sir. അതിനെന്താ ഡൗട്ട് വന്നത്? അത് പാസീവ് വോയിസ് വരുന്നില്ല, കിട്ടുന്നില്ല. ആരെ എന്നുള്ളത് ചോദിച്ചേ. Him. നീ കിട്ടിയില്ലേ? Him sir. ഓക്കെ. ഇനി അവിടെ നിന്ന് പിടിച്ചോളൂ. ഓക്കെ. അപ്പൊ ജിൻസി ആദ്യത്തെ വായിച്ചോളൂ. ചോദ്യം ഞാൻ വായിക്കാം, അതിന്റെ ആൻസർ വായിച്ചാൽ മതി. They teach English poem. ആൻസർ വായിച്ചു. English poem is taught by them. വെരി ഗുഡ്. കറക്റ്റ്. കേട്ടോളൂ എല്ലാവരും. ഇംഗ്ലീഷ് പോയം ഈസ് ടോട്ട് ബൈ them. നിർമ്മിത രണ്ടാമത്തെ ചോദ്യം ഇതാണ്. I love India. India is loved by me. Yes, very good. കേട്ടോളൂ എല്ലാവരും. ഇന്ത്യ ആർക്കും സംശയം ചോദിച്ചേക്കണേ എങ്ങനെ വന്നു. ഇന്ത്യ ഈസ് ലവ്ഡ് ബൈ മീ. ഐഷ, he washes my car. My car is washed by him. കറക്റ്റ് ആണ്, വെരി ഗുഡ്. കാറിന് മാത്രം പോരാ, മൈ കാർ എടുക്കണം, അല്ലെങ്കിൽ ആ മൈ എന്നുള്ള വേർഡ് ബാലൻസ് വരും. അവൻ എന്ത് വാഷ് ചെയ്യുന്നു? എന്റെ കാർ. മൈ കാർ ഈസ് വാഷ്ഡ് ബൈ ഹിം. കറക്റ്റ് ആണ്. പ്രവീണ രാജെ, ഹി ടീച്ചസ് ഹിം അറ്റ് നൈറ്റ്. He is taught by him at night. ഒന്നുകൂടി പറഞ്ഞേ. He is taught by him at night. യെസ്, കറക്റ്റ് ആണ്. ആരെ പഠിപ്പിക്കുന്നു? അവനെ. അപ്പൊ ഹിം ആണ് ഓബ്ജക്റ്റ്. ഹിം വെച്ച് സെന്റൻസ് നമുക്ക് ആരംഭിക്കാൻ പറ്റില്ല, അപ്പൊ അത് ഹി ആക്കാം. ഹി ഈസ് ടോട്ട് അറ്റ് നൈറ്റ് ബൈ ഹിം. കേട്ടാ, രണ്ടും രണ്ട് പേരുണ്ട്. ഹിം എന്ന് പറഞ്ഞാണ്, ഹി എന്ന് പറഞ്ഞാണ്, രണ്ടാളാണ്. ഓക്കെ. ശ്രുതി, സെന്റൻസ് ഇതാണ്. They take English lessons. English lessons. The English lessons are taught by him. Yes, correct ആണ്.
ഇംഗ്ലീഷ് ലെസൺ അല്ല, ലെസൺസ് ആണ്. അപ്പൊ sorry. പ്ലൂറലായി അപ്പൊ 6 ഉപയോഗിക്കുക. ഇംഗ്ലീഷ് ലെസൺസ് ആർ ടേക്കൺ ബൈ ദം. ഓക്കെ, അടുത്ത എഴുതിയോ. They learn, L-E-A-R-N, learn Hindi every day. Next, we wash the room. We wash the room every morning. He learns, L-E-A-R-N-S. He learns Malayalam. അടുത്തത് I read, read newspaper every day. ഒരെണ്ണം കൂടി, അടുത്ത സെന്റൻസ് I love you. I love you. ലാസ്റ്റ് എന്ത് സർ? I love you. കഴിഞ്ഞു സർ. Yes. പ്രവീണിലുണ്ട്. ഓക്കെ, എന്ന് നിർമ്മിത ആയിട്ട് വായിച്ചു. They take English lessons. They learn Hindi every day. Hindi is learned by them every day. Correct. Very good. Then, Pravina, അടുത്ത വായിച്ചു. We wash the room every morning. The room is washed by us every morning. Yes, room is washed by us every morning. Okay,
ആർസു അടുത്ത വായിച്ച്. So, he learns Malayalam. Malayalam is learned by me, by him. By him. Malayalam is learned by him. Okay, Jinsi അടുത്തത്. I read a newspaper every day. Newspaper is read every day, read by me. Yes, newspaper is read every day by me. Okay, okay. Aisha, I love you. View is loved me. ഇതുപോലെ you. Views അല്ലേ പറഞ്ഞത്? View I is love you. You. view is loved me. You loved me. You loved. You are loved by me. You are loved me. You are loved. കേട്ടോ, യൂലും കൂടി ഇക്സ് ഒരു ആറാണ്. You are loved by me. You are loved by me. Okay, very good, very good. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം സൂപ്പർ ആയിരുന്നു. കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. യെസ്, അപ്പൊ ഇനിയും ഇതിന്റെ അകത്ത് കുറച്ചുകൂടി പാസീവ് വോയിസ് നമുക്ക് നോക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, സി യു. സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, ക്ലോസ് ചെയ്യാം. Yes, let us close it. We will meet in the next class. Thank you, sir. Okay, okay. Thank you, sir. Thank you, Okay. sir. Thank you, sir.